സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവിതകാലം മുഴുവനും നിസ്കരിക്കണമെന്നൊന്നുമില്ല. ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി. ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി നിസ്കാരപ്പായിൽ നിന്ന് സലാം വീട്ടിയെട്ടി എഴുന്നേൽക്കുമ്പോ ഒന്നി അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി, നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി, ഈ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ എഴുന്നേറ്റു, ഒന്നുപെടുത്തു, നിസ്കരിക്കാൻ കൈകെട്ടി, നിസ്കാരം കൈകെട്ടിട്ട് സലാം വീട്ടിയിട്ട് നീയൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയണ്ട, ചങ്ങാതി ഭാഗ്യവാൻ, സ്വർഗത്തിന്റെ അവകാശിയാടാ നീ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവനാടാ, സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, പൊക്കോടാ, മരിച്ച സ്വർഗത്തിലാ, പോടാ, കെട്ടിപ്പിടിച്ച് മുസാഫിർ ചെയ്ത് പള്ളിയിൽ നിറക്കി വിടും. ചിലതൊക്കെ നിസ്കരിച്ച് സലാം വിട്ടുമ്പോ ഈ മലക്ക് പറയടാ, നശിച്ചവനെ, എടാ വൃത്തികെട്ടവനെ, അല്ലാടെ സ്വർഗം കളഞ്ഞല്ലോടാ, അല്ലാടെ സ്വർഗം കളഞ്ഞല്ലോടി, നരകത്തിന്റെ മുന്നിൽ അല്ല നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത വക്കത്തിന് മുമ്പെങ്ങാണം നീ തീർന്ന തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നീ നരകത്തില പറഞ്ഞിട്ടാ പള്ളിയിൽ ഓരോന്നിനെ ഇറക്കി വിടുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനാ നിസ്കാരം എന്ന് പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനെ കുറിച്ച് അറിയാത്ത ആരാവള്ള? എടാ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ക്യാൻസർ രോഗം പിടിച്ചു കിടക്കണ വാപ്പ എഴുന്നിട്ട് നിസ്കരിക്കും, മോൻ കാണും, എന്നാ മോൻ നിസ്കരിക്കൂല. ഭാര്യയാണ് ഒതുവെടുപ്പിക്കുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിനെ കൊണ്ടുപോയി ഒതുവെടുപ്പിക്കുന്നത് ആര്? ആരോഗ്യവതിയായ ഭാര്യ. ഭർത്താവ് കട്ടിലി ഇരുന്നിട്ട് നിസ്കരിക്കും, പെണ്ണുമ്പോൾ താഴെ ചുരുണ്ട് കിടന്നിട്ട് കൂർക്കം വലിച്ചു ഉറങ്ങും, എന്നാലും നിസ്കരിക്കൂല. ഇടക്കാലില്ലാത്തവര് നിസ്കരിക്കുന്നു, വികലാംഗന്മാരും. ഈ രോഗം പിടിച്ച വാപ്പമാർ ഇവിടുത്തെ പള്ളിയിലൊക്കെ നടന്നു പോകും, കട്ടം പിടിയും വലിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചെറുപ്പക്കാര് സ്വയം പറഞ്ഞ് വാട്സപ്പിൽ കുത്തിയിട്ട് റോഡില് എന്നാ കേറുവോ പള്ളിക്കകത്ത്. എന്തുകൊണ്ട് ഇവന്മാരൊക്കെ ഇങ്ങനായി? എന്റെ പ്രിയമുള്ളവരെ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വയല്. ഇപ്പൊ ഉറങ്ങണമെങ്കിൽ വയല് കേൾക്കണം. പണ്ടത്തെ പോലെ പാട്ടൊന്നുമല്ല. പണ്ടൊക്കെ ഉറങ്ങണമെങ്കിൽ ആൽബം പാട്ട് കേട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ വയല് കേട്ടാലേ ഉറക്കം വരൂ. അതെ, വയല് കെട്ടിട്ടാ ഞാൻ ഉറങ്ങണേ, വയല് കെട്ടിട്ടാ ഞാൻ ഉറങ്ങണേ. എന്തേ സഹോദര സഹോദരി, എന്തൊക്കെ കൊണ്ടിട്ടും എന്തൊക്കെ കണ്ടിട്ടും എന്തേ നമ്മൾ പഠിക്കാത്ത? നന്നാകാത്തതിന്റെ കാരണം, ഹൃദയത്തിന്റെ അകത്ത് നന്മ ഇറങ്ങാത്തതിന്റെ കാരണം എന്ത്? അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് നന്നാകുന്നില്ല? 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കള് കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിൽ വെച്ച് തന്റെ പൊന്നാര മക്കളുടെ കാലിൽ പിടിച്ചിട്ട് തെണ്ട പോലെ മോളെ പോകും ഞാൻ. എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു? എന്തുകൊണ്ടിങ്ങനെ പോകുന്നു? എന്റെ പ്രിയമുള്ളവരെ, അതിന് ഞാനൊരു ചരിത്രം പറയാം. എന്റെ പെങ്ങന്മാര് മുഴുവനും നല്ലതുപോലെ കേട്ടോ. മരണവും കബറും പരലോകവും നരകവും എല്ലാം കേട്ടിട്ടും നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഈ ചരിത്രം കേൾക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും അതിന്റെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ നിന്ന് പറയുകയാണ്, ഇമാം റാസി തങ്ങൾ പറയുന്നു, 1400 വർഷങ്ങൾക്ക് മുമ്പ് യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ. മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചു കൊണ്ടുപോടുകയാണ്. ചെറുപ്പക്കാരിയായ പെണ്ണാട്. അവളിങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടാണ് ഓടുന്നത്. പൊട്ടിക്കരയുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന പെണ്ണിനെ കാണുമ്പോ സഹാബത്ത് പറഞ്ഞു കൊടുത്തു, പെണ്ണേ, ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്. മുത്തുനബി എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ? നിലവിളിച്ചുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ പോയി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ കരച്ചിലെന്ന് നിർത്ത്, നിന്റെ നിലവിളിയെന്ന് നിർത്ത്. നീ നിന്റെ ജീവിതത്തിൽ എന്ത് പാപമാണ് ചെയ്തത്? എന്തിനാണ് ഇതുപോലെ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് നബിയേ. എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. പോയാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് പോയാൽ അങ്ങനെയാണ്. അങ്ങനെ എന്റെ ഭർത്താവ് ഒരിക്കൽ കച്ചവടത്തിന് പോയപ്പോ, ഇന്നി സനയിതു യാ റസൂലല്ലാഹ്, ഞാൻ
ഞാനൊരു മനുഷ്യനെ എന്റെ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റി. ഞങ്ങള് ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ, ഞങ്ങള് വ്യഭിചരിച്ചു നബിയേ, ഞങ്ങള് വ്യഭിചരിച്ചു നബിയേ, ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു നബിയേ. എന്നിട്ട് പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ അതിലൂടെ ഗർഭിണിയായി, ഞാൻ അതിലൂടെ ഗർഭിണിയായി. എന്റെ കുഞ്ഞിനെ കൊന്നില്ല, എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല, ആരും കാണാതെ ഞാൻ എന്റെ വയറ്റിലിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാ. വീട്ടില് വേറെ ആരുമില്ലല്ലോ, ഭർത്താവ് ഗൾഫിൽ പോയിരിക്കുകയല്ലേ, ഭർത്താവ് കച്ചവടത്തിന് പോയിരിക്കുകയല്ലേ, ഇനി വർഷങ്ങൾ കഴിഞ്ഞല്ലേ മടങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് ആരോടും പറയാതെ ഗർഭം മറച്ചു വെച്ചിട്ട് നടക്കുകയാ. 9.5 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാഹ്, ഞാനൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. പെണ്ണപെടെന്ന് പറയുകയാണ്, ഞാനൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കുഞ്ഞിന്റെ കഴുത്തു ഞെരിച്ചു കൊന്നുകളഞ്ഞു നബിയേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചതെന്റെ പൊന്നാര മകനുണ്ടല്ലോ, അവനെ കൊന്നുകളയുകയാണ്. എന്നിട്ടും മയ്യത്തെന്ത് ചെയ്തെന്നറിയുവോ? ഈ പെണ്ണെന്തേ ചെയ്തതെന്നറിയുവോ? ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഒരു സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നു. എന്തേ ബിസിനസ് എന്നറിയുമോ? സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. സുറുക്കയുടെ കച്ചവടം ഇന്നൊക്കെ വാറ്റുചാരായം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ആ പെണ്ണിന് സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. എന്ത് ചെയ്തെന്നറിയുമോ? ഏറ്റവും കൂടുതൽ പവർ കൂടിയ, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് എന്റെ കുഞ്ഞിന്റെ മയ്യത്ത് ഞാൻ അതിനകത്ത് വെച്ച് അടച്ചു വെച്ചു നബിയേ. ഉപ്പിലിടാ നെല്ലിക്ക ഇടുന്നത് പോലെ, പൈനാപ്പിൾ ഉപ്പിടുന്നത് പോലെ പടച്ചവനെ തന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് അതിനകത്ത് വെച്ച് അടച്ചു വെച്ചോ. പടച്ചവനെ അതിനകത്ത് കിടന്ന് അഴുകുകയാ, അതിനകത്ത് കിടന്ന് അളിയുകയാണ്. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്തേക്ക് അലിഞ്ഞങ്ങ് ചേരാൻ തുടങ്ങി, എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. പടച്ചവനെ എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നു. മാസങ്ങളോളം അതുപോലെ അടച്ചു വെച്ചു. ഒരടയാളവും കാണുന്നില്ല, ഒരടയാളവും കാണുന്നില്ല. അങ്ങനെ മനസ്സിലായപ്പോ, ഒരടയാളവും കാണാതെ വന്നപ്പോ ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. അല്ലാഹുവേ, മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്, കൈകാലുകളെ വിറയ്ക്കുകയാണ്. എന്തൊരു പാപമാ അല്ലാഹ്, എന്തൊരു പാപമാ അല്ലാഹ്. ഇങ്ങനെ ഒരു പെണ്ണിനാകാൻ പറ്റുമോ? പടച്ചവനെ, 3 പാവമാണ്. വിവാഹം കഴിഞ്ഞവള് വ്യഭിചരിച്ചു, അതിന് എറിഞ്ഞു കൊല്ലണം. കൊലയ്ക്ക് പകരം കൊലയാണ്. കച്ചവടത്തിലെ കൃത്രിമം കാണിക്കുന്നത് വലിയ പാപമാണ്. ഈ പെണ്ണ് മുത്തുനബിയുടെ മുന്നിലിരുന്ന് കരയുകയാ. പാപം നിങ്ങൾ ആലോചിക്ക്. ഒരു പെണ്ണ് പറയാ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയാ തിരിച്ചു വരാൻ മാസങ്ങളാകും, ഞാൻ ഇത്തരമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു, ഗർഭിണിയായി, ആരോടും പറഞ്ഞില്ല, കൊണ്ടു നടന്നു. 9.5 മാസം കഴിഞ്ഞ് ഞാൻ പ്രസവിച്ച ഉടനെ ഞാൻ തന്നെ അങ്ങ് കൊന്നു. എന്നിട്ട് നെല്ലിക്കൊക്കെ ഉപ്പിലിടുന്നത് പോലെ സുറുക്കയുടെ കുപ്പിക്കകത്ത് തന്റെ കുഞ്ഞിന്റെ മയ്യത്ത് വെച്ച് അടച്ചു വെച്ചു. അതിനകത്ത് കിടന്ന് എല്ലാം അഴുകി. പടച്ചവനെ, ജ്യൂസ് അടിക്കണ പോലെ എല്ലാ എല്ലുകളും ഇറച്ചികളും മുഴുവനും അതിനേക്ക് അലിഞ്ഞങ്ങ് ചേർന്ന് കഴിഞ്ഞപ്പോ അതും വിറ്റിട്ട് ഞാൻ കാശ് വാങ്ങി നബിയേ. ഒരു പെണ്ണിനിങ്ങനെ ആകാൻ പറ്റുമോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറയ്ക്കുക, എന്തേ അല്ല ഇങ്ങനെ ആയിപ്പോയ ഈ പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, നീ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയോ? പാപ്പാ, എത്ര ഉപദേശിച്ചിട്ട് നിന്റെ മോൻ നന്നാകാത്തതിന്റെ കാരണം നിനക്കറിയണം. നീ പറയല്ലോ, എന്നെ തല്ലണം ഉസ്താദേ, എന്റെ മോൻ എന്നെ ചീത്ത വിളിക്കണം ഉസ്താദേ, എന്റെ അടിവയറ്റില് നൊന്ത് പ്രസവിച്ച ഉമ്മാനെ എന്റെ മോൻ ചവിട്ടുന്നു ഉസ്താദേ. എങ്ങനെ തോന്നുന്നു ഉസ്താദ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ? എന്തേ കാരണം എന്നറിയും? എന്തേ കാരണം? താത്താ, 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, പിന്നെയും അള്ളാഹുവെ, ആദ്യം ചെയ്തപ്പോ ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും ഭർത്താവിനെ വഞ്ചിക്കുന്നവരുണ്ടല്ലോ.
പിന്നെ ആദ്യം ചെയ്തപ്പോഴല്ലേ വാപ്പാനെയും ഉമ്മാനെയും പറ്റിച്ചപ്പോ ആദ്യം മാത്രം പേടി, പിന്നെ അതങ്ങ് ശീലമായല്ലോ. എന്തേ നന്നാകാത്തതെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ ഈ പെണ്ണിനോട് ചോദിച്ചു, ഫൈന്നി അറ അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, നീ അസർ നിസ്കരിക്കത്തില്ല ഇല്ലേ പെണ്ണേ? ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. നീ അസർ നമസ്കരിക്കാറില്ലേ എന്നില്ലേ? എത്ര ചോദിച്ചോളൂ. നീ അസർ നിസ്കരിക്കാത്തവളായില്ലേ? അസർ നമസ്കരിക്കാത്തവന്റെ ഹൃദയം കഠിനമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസർ നിസ്കരിക്കാത്തവന്റെ ഹൃദയം പോയി, പിന്നെ അവനെ എത്ര ഓതിയിട്ടും കാര്യമില്ല. അതുകൊണ്ടാ വാപ്പ സ്കൂള് വിട്ട് വീട്ടിൽ വന്ന ഉടനെ നിന്റെ പെണ്ണും പിള്ള മക്കളെ സ്വർഗത്തിലേക്ക് വിടുവല്ലേ? എവിടെ നിസ്കരിക്കാൻ വിടും? ആരാ അസർ നിസ്കരിക്കണേ? അസർ നമസ്കരിക്കാത്തവന്റെ ഹൃദയം ഇങ്ങനെ ആയി പോകും, ജോളിയെ പോലെ ആയി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലെ, ഒരു മാറ്റം ഉണ്ടാവില്ല. എത്ര നന്മയും ഒന്നുമില്ല, കരുണ ഉണ്ടാവില്ല, നന്മ ഇറങ്ങില്ല. അവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരു അസറും മുടക്കുന്നവന്റെ ഗതി ഇതാണെങ്കിൽ ഈ 5 വഖത്ത് നിസ്കരിക്കാത്തവന്റെ ഒക്കെ ഗതി എന്തായിരിക്കും? അവനാ വെള്ളിയാഴ്ച സിനിമാ തിയേറ്ററിൽ പോകുന്നവൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയം അങ്ങനെയായി പോകും. അപ്പൊ 5 വഖത്ത് നിസ്കരിക്കാത്തവന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ നിസ്കരിക്കുന്ന എന്തിനാ ഉസ്താദ് ചോദിക്കുമല്ലോ. പള്ളിയിൽ പോവുക, ഇമാം എക്സസൈസ് ചെയ്യുന്നു, പുറകെ പോയി ചെയ്യുന്നു. ഇമാം എന്തൊക്കെയോ ചെയ്യുന്നു, ഞാൻ പുറകെ പോയി കൈകെട്ട ഇങ്ങോട്ട് നോക്ക, ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുക, അസ്സലാമു അലൈക്കും ഓടുക. ഇതെന്നെ നടന്നുകൊണ്ടിരിക്കണേ. എന്തിപ്പോ നിസ്കരിച്ച എന്ത് കിട്ടൂല്ലേ? നിസ്കരിച്ച എന്താ പ്രതിഫലല്ലേ? എടാ ചങ്ങാതി, നിസ്കരിച്ച നീ ചോദിക്കുമല്ലോ, ഉസ്താദ് ഇപ്പൊ പള്ളിയിൽ പോയിട്ട് എന്തോ കിട്ടാനാ? ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സാമ്പത്തികമായിട്ട് ഏകദേശമുള്ളവരൊക്കെ ഇപ്പൊ തീരുമാനമായി അല്ലേ? പഴയതുപോലെ കച്ചവടമൊന്നുമില്ല. പണ്ടൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഷവായി, തന്തൂരി, അൽഫഹം, ഷവർമ, മന്തി ബിരിയാണി, കുഴിമന്തി, മഹദി, എന്തൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലില്ലേ? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഇതേ ഇറങ്ങത്തുള്ളൂ, വേറെ ഒന്നും ഇറങ്ങൂല. വേറെ ഒന്നും നമുക്കൊന്നും തിന്നാൻ പറ്റൂല. പടച്ചവനെ, നമ്മുടെ വീടിന്റെ അകത്ത് എന്തൊരു ആർഭാടം, എന്തൊരു ആഘോഷം. ഇപ്പോഴോ ചോറും കറിയിലേക്ക് തിരിച്ചു. ചപ്പാത്തി എന്തേ സഹോദര? ഏകദേശമുള്ള എല്ലാവരുടെ വീടിന്റെ അകത്തും സാമ്പത്തികമായിട്ട് ഞെരുക്കം. പണ്ടൊക്കെ കച്ചവടത്തിന് കടന്ന് ക്യാഷറായിട്ടിരിക്കുന്നവൻ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോ തിളങ്ങണ നോട്ട. അള്ളാഹു, അവന്റെ മുഖത്തൊരു പ്രകാശം കാണണം. ഇന്ന് നല്ല കച്ചവടം നടന്നു, ആ കാശ് കാണുമ്പോ അവന്റെ മുഖത്ത് പ്രകാശം. ഇന്നങ്ങോട്ട് തുറക്കുമ്പോ കണ്ണു തള്ളിയിട്ട് സ്റ്റാഫിന്റെ മുഖത്ത് നോക്കാം, അവന് എന്നെ കൊടുക്കാൻ ശമ്പളം ഇല്ല. എന്തുകൊണ്ട് ഇങ്ങനെയായി? സാമ്പത്തികമായി നീ ഇങ്ങനെ തകരാനുള്ള കാരണം എന്താ? പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്ക് പോലും ചോറ് കൊടുക്കാനില്ലാതെ നീ ആവാനുള്ള കാരണം എന്താ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഒരു മറുപടി ഞാൻ പറയട്ടെ ചങ്ങാതിമാരെ. സാമ്പത്തികമായിട്ട് ഇത്രയും തകരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാ പറയും, ഉസ്താദെ, കേന്ദ്ര സർക്കാരിന്റെ ഭരണം, നോട്ട് നിരോധനം, GST, വെള്ളപ്പൊക്കം. നിന്നെ പച്ച മടലി വെട്ടിയിട്ട് തല്ലണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഈ നാട്ടിൽ കിടക്കണ നിന്റെ വീടിന്റെ അകത്ത് നിനക്കും പെണ്ണും പിള്ളയ്ക്കും തിന്നാനില്ലാത്തതിന്റെ കാരണം അവനാ? കേന്ദ്ര സർക്കാരാ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എടാ, നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനില്ലാത്തതിന്റെ കാരണം നോട്ട് നിരോധനമാ? GST അല്ല, നിന്റെ കുടുംബത്തിന്റെ കയ്യിലിരുപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വേറെ ആരെയും കുറ്റം പറയണ്ട. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരാളെയും നീ കുറ്റം പറയരുത്. നിന്റെ കുടുംബത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നിനക്കല്ല ഈ ഗതി വരുത്തിയത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തെളിവുൾപ്പെടെ പറഞ്ഞു തരട്ടെ. തെളിവുൾപ്പെടെ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടില് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരില്ലേ? എന്താ തങ്ങള് കൂലിപ്പണി എന്ന് പറഞ്ഞാൽ അറിയില്ല? വാഴയ്ക്കും തെങ്ങിനൊക്കെ എന്താ ശമ്പളം? എത്ര ശമ്പളം? 600, 700, 800. മേശിരിക്കും, ഹെൽപ്പറിനോ? തങ്ങളോട് വിചാരിക്കത്തില്ലല്ലോ. ഒരു 900 കിട്ടൂലേ? ഈ ആശാരി പണിക്ക് പോകുന്നവന്, മീൻ കച്ചവടക്കാരൻ, ഓട്ടോ ഓടിക്കാൻ പോകുന്നവന് ശമ്പളം ഉണ്ടില്ലേ? അല്ല. എല്ലാവർക്കും 500, 1000, 600, 700, 900 അവനവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇങ്ങനെ കൂടും. എന്നാ പള്ളി ബാങ്ക് വിളിക്കുന്ന മോദി സാഹിബിന്റെ ശമ്പളം അറിയോ?
പള്ളിയിൽ ബാങ്ക് വിളിക്കണ മുഅദ്ദിനില്ലേ, മദ്രസയെ പഠിപ്പിക്കണ ഉസ്താദിന്റെ ശമ്പളം അറിയോ? ബോധം കെട്ടുന്നൊന്നും വീടരുത്, ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുടെ ശമ്പളം 100 രൂപ, 150 രൂപ, 200 രൂപ, ഇത്രയൊക്കെ ഉള്ളൂ. അള്ളാടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മോദി സാഹിബിന്റെ ഒരു ദിവസത്തെ ശമ്പളം പടച്ചോനെ 6000 രൂപ, 7000 രൂപ, 8000 രൂപ. നേരം വിളിയാ അല്ല, ഉസ്താദെങ്ങാണ് ശമ്പളം കൂട്ടിയാ പറഞ്ഞു വിട്ടേരെ കൊടുക്കണ്ട. അവന്റെ കുടുംബത്തിൽ നിന്നല്ലേ എടുത്ത് കൊടുക്കണേ, പ്രസിഡന്റിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ശമ്പളം കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പക്കപ്പ് സ്വത്ത്, വല്ലവന്റെ സ്വത്ത് അമ്മ എടുത്തു കൊടുക്കാൻ പോലും മടി. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ 200 രൂപയും 150, 100, 150, 200 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പള്ളിയിലെ മുഅദ്ദിൻ സാഹിബിന്റെ പെണ്ണുമ്പുള്ള പട്ടിണി അടക്കുന്നുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുഅല്ലിമിന്റെ ഭാര്യയും മക്കളും പട്ടിണി അടക്കുന്നുണ്ടോ? അടിച്ചു പൊളിച്ച് ജീവിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് ഉസ്താദിനും കറണ്ട് ബില്ല് അടക്കണ്ടേ? പള്ളിയിലെ മോദി സാഹിബ് ഫലേരടക്ക കടയിൽ പോയിട്ട് ഫാത്തിഹ ഹോദിയ കിട്ടുമോ? എന്നും അരി കിട്ടുവോ? പച്ചക്കറിക്കാരൻ്റെ അടുത്ത് പോയിട്ട് നിന്റെ വാപ്പാടെ കബർ വിശാലാകട്ടെ എന്ന് പറഞ്ഞാൽ എന്നും പച്ചക്കറി കിട്ടുവോ? മീൻകാരന്റെ തലയെ പിടിച്ച് ചോദിയ എന്നും അയിലയും അല്ലല്ലോ കിട്ടുവോ? ഇല്ലല്ലോ. എടാ, ഉസ്താദിന്റെ മീൻ വാങ്ങണം, ഇറച്ചി വാങ്ങണം, അരി വാങ്ങണം, പച്ചക്കറി വാങ്ങണം, ഭാര്യയ്ക്ക് മാക്സി എടുക്കണം, ചുരിദാർ എടുക്കണം, പർദ്ദ എടുക്കണം, മോതിരം വാങ്ങണം, അവള് ചോദിക്കുന്നൊക്കെ വാങ്ങിക്കൊടുക്കണം. ഉസ്താദിന്റെ മോളുണ്ട്, ട്യൂഷന് വിടണം, ട്യൂഷൻ വിടുമ്പോ ഫീസ് കൊടുക്കണം, വസൂലി കൊടുക്കണം, പടച്ചവനെ സ്കൂളിലെ പുസ്തകം വാങ്ങണം. ഇതെല്ലാം ഉസ്താദിന്റെ 10,000-നകത്ത് കിട്ടുന്നു. എല്ലാ ചെലവും അതിനകത്ത് കിട്ടുന്നു. എന്റെ പ്രിയമുള്ളവരെ, മാസം നോക്കുമ്പോ അള്ളാഹുവെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയാ പൈസ ബാങ്കിൽ കൊണ്ടിടുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിന് ആകെ കിട്ടുന്ന എത്ര? 10,000, 12,000, 13,000, 15,000. പക്ഷേ ഉസ്താദിന്റെ വീട്ടിലെ സർവ്വ ചെലവുകളും കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വർക്കപ്പർ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദന്മാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉസ്താദന്മാരുടെ കുത്തക അവകാശമല്ലേ ബർക്കത്ത്, നിനക്ക് കിട്ടൂലേ? സഹോദര, ബർക്കത്ത് എന്ന് പറയുന്നത് ഉസ്താദന്മാർക്ക് മാത്രമല്ല. താത്താമാരെ, ഉസ്താദ് പെണ്ണ് കെട്ടാൻ വന്നിരുന്നല്ലോ. ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോ ശമ്പളം ഒന്നുമില്ല, വേണ്ട. ഉസ്താദന്മാരെ കെട്ടാനൊന്നും ആർക്കും വയ്യായിരുന്നു, ഗൾഫ് മതിയായിരുന്നു. ഇപ്പോഴോ ഉസ്താദിന്റെ പെണ്ണുമ്പിള്ളയെ പരിചയം ഉണ്ടെങ്കിൽ ചോദിക്കുക ജീവിതം എങ്ങനെ ഉണ്ടെന്ന്. പൊളിച്ചോണ്ട് നടക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൊന്നു കാക്ക, നിങ്ങൾ ഇരുന്നോ, ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തോളാം, ഇരുന്നോളെ. ചങ്ങാതി ഇടയ്ക്കിടയ്ക്ക് പക്കറ്റായിട്ട് വരുമ്പോ എനിക്കും പേടി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ട് ചിരിക്കാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ട് എന്റെ സഹോദര, ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും അള്ളാഹു ചില വീട്ടിൽ പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഒരു വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല. അത് മോഡി ഭരിച്ചാലും ദജ്ജാല് ഭരിച്ചാലും. സാക്ഷാൽ അംബാനി ഉണ്ടല്ലോ, അംബാനിയുടെ വീട് ഞാൻ കഴിഞ്ഞ ആഴ്ച മുംബൈ പോയപ്പോ കണ്ട്. എന്നാ വീടാന്നറിയോ? എടാ, അംബാനിയുടെ വീടിന്റെ അകത്ത് തിന്നാൻ ചോറില്ലെങ്കിലും ഈ നാട്ടിലെ നിന്റെ കൂരയ്ക്കകത്ത് മരിക്കണ കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. മരിക്കുന്ന കാലം വരെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും അള്ളാഹു ഭക്ഷണം തരും. ഒരു കാര്യം ചെയ്യണം, അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എടാ, നീ വേണമെങ്കിൽ പൊക്ക്, എനിക്കൊരു നിർബന്ധവും ഇല്ല. നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും പട്ടിണി അടന്ന എനിക്കെന്നാ? നിനക്ക് വേണമെങ്കിൽ പൊക്കിയാ മതി. ചിലർക്ക് കൈപൊക്കാൻ മടി. നീ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുത്തോ. സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് നീ കടന്ന് യാചിക്ക്, ഓരോ വീടും കയറി ഇറങ്ങി പിരിവെടുക്ക്. എനിക്ക് ഇവിടെ എന്താ? എനിക്ക് എന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ കാര്യം നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ നിങ്ങളാരെയും നന്നാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങളിൽ ഒരാളെയും നന്നാക്കാനല്ല ഞാൻ വഴുതു പറയുന്നത്. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ആമീൻ പറ. കാരണം ആരുടെ ആമീന കേൾക്കണമെന്ന് അറിയത്തില്ല. ഒരു ആമീൻ പറ, നല്ലതുപോലെ പറ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ.
അല്ലാതെ നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴുത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം നോക്കിയാൽ മതി. എന്റെ കുടുംബത്തിന്റെ കാര്യം എന്തായാലും അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കാലത്തോളം എനിക്ക് റബ്ബ് തരും ഭക്ഷണം. എനിക്ക് ആ വിശ്വാസമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുവോ? ഞാനല്ല പറഞ്ഞത്, ഖുർആനാ പറയണേ. നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാറായെന്ന്. ആർക്ക് വേണം പൈസ? നിങ്ങൾ വിചാരിക്കും ഞാൻ 30 ലക്ഷം വേണം, പിരിവ് തുടങ്ങി, സ്വർണ്ണമോതിരം കയറ്റിയിടണ്ട, അവിടെ തന്നെ കിടക്കട്ടെ, എനിക്ക് വേണ്ട, എനിക്കിങ്ങടെ ആരുടെ ഒന്നും വേണ്ട. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം കൊടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യാൻ മനസ്സുള്ളവര് കൈവക്ക്. കൈവക്കാത്തവ ഇപ്പൊ ഇരുന്ന് മോങ്ങണ കൂടെ കാണാം കേട്ടോ. കൈവക്കാത്തവന്റെ മുഖത്ത് നോക്കണം. ശശിയാവുന്നത് ഇപ്പൊ കാണാം. നോക്കണം. അമിനത്തെ നോക്കിക്കോ. അടുത്ത് പൊക്കാതിരിക്കണ ആ ഉമ്മാടെ മുഖത്ത് നോക്കണം. ഇതങ്ങട്ട് കേട്ട് കഴിയുമ്പോ അല്ലോ ഇതായിരുന്നു അല്ലാ, പൊക്കാനും പറ്റിയില്ല, ഇനി പിരിവിനടക്കണമല്ലോ അല്ലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനല്ല പറയുന്നത്, അള്ളാഹുവാണ്, അള്ളയാണ് പറയുന്നത്. വീട്ടിൽ പോയി ഖുർആൻ എടുക്ക്. 114 സൂറത്തുകൾ. ആ 114 സൂറത്തുകളിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ അധ്യായത്തിന്റെ അവസാനം എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ نسألك رزقا نحن نرزقك والعاقبة للتقوى. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, നീ പോണ്ട. അല്ല പറഞ്ഞു, എന്തേ? നീ അല്ലടാ റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും, നീ കടന്ന് തലകുത്തി മറിയണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അള്ളാഹുവെ, ആരൊക്കെ ഈ സദസ്സിലിരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയുന്നു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഈ ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഒന്നുകൂടെ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, 5 വഖത്ത് പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി, ഞാൻ തരും മരിക്കണ കാലം വരെ ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, അല്ലാഹ് പറയാ, നീ തലകുത്തിയൊന്നും അറിയണ്ട, 5 വഖത്ത് നിസ്കരിക്കുക. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ ഉസ്താദിന്റെ വീട്ടിൽ പട്ടിണി ഇല്ലാത്ത അതുകൊണ്ടാ വാപ്പ. പള്ളിയിലെ മോദി സാഹിബിന്റെ പെണ്ണുമ്പുള്ള തെണ്ടാ നടക്കാത്തത് അദ്ദേഹം 5 വഖത്ത് പള്ളി നിസ്കരിക്കുന്നത് കൊണ്ടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ വീട്ടിൽ ഇല്ലാത്തതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായോ? അല്ലോ, പള്ളി ബാങ്ക് വിളിച്ച് നിസ്കരിക്കാൻ പോടാ, കച്ചവടക്കാരനോട് പോടാ. അളിയ, നിസ്കരിക്കാൻ പള്ളി പോകുമ്പോ ഒരാള് വന്നാ കച്ചവടം പോയടാ അല്ലേ? ഞാൻ നിസ്കരിക്കാൻ ഇപ്പൊ പള്ളിക്കകത്ത് കയറിയ എന്റെ കച്ചവടം പോകും. ഞാൻ പോകുന്നില്ല. ഇപ്പൊ കച്ചവടം ഉണ്ടോ? ഈച്ച അടിച്ചോണ്ടിരിക്കുക അവിടെ. ഇപ്പൊ ഈച്ച അടിച്ചോണ്ടിരിക്കുക. അല്ലോ, പള്ളിയുടെ ചുറ്റുഭാഗത്തും കൊട്ടാരം. ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. ഗൾഫിൽ നിന്ന് നോട്ടുമഴ വീണുമായിരുന്നു. ഭർത്താവ് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇപ്പൊ ഉണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. താത്ത, അല്ലാഹ് ആരാന്നറിയാമോ? അല്ലാഹ്ക്ക് തരാനും അറിയാം, പള്ളിയുടെ മുന്നിൽ നിന്നെ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാനും അല്ലാഹ്നറിയാം. മറന്നുപോകരുത്. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എടാ, നിനക്ക് തരാനും അല്ലാഹ്ക്ക് അറിയാം, പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി നിന്റെ പെണ്ണുമ്പിളയെ കൊണ്ട് തെണ്ടിപ്പിക്കാനും പടച്ച റബ്ബിനറിയാം. ചെയ്യിപ്പിക്കരുത് അല്ലാഹ്നെ കൊണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, എന്തുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് ദാരിദ്ര്യമെന്ന്? നിസ്കരിക്കാത്തത് കൊണ്ട്. നിങ്ങളൊക്കെ നിസ്കരിക്കും കേട്ടോ, നല്ലവരാ. എന്നാ നിന്റെ പെണ്ണുമ്പുള്ള ആമിന നിസ്കരിക്കോ? നിങ്ങളൊക്കെ നല്ലവർ, 5 വഖത്ത് നിസ്കരിക്കുന്ന നല്ല ആൾക്കാരാ. പക്ഷെ വീട്ടിൽ പെണ്ണുമ്പിള്ളയുണ്ട്, നിസ്കരിക്കോ? പറവകളെ പോലെ മുടിയും വെളുത്തി കിടക്കണം 3-4 ഉണ്ടല്ലോ, നിസ്കരിക്കോ? ഓ പടച്ചോനെ, അതില്ല ഉസ്താദെ. എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? നിന്റെ ഭാര്യയും മക്കളും എന്തേ മുസ്ലിമീങ്ങളല്ലേ? അവർക്ക് അള്ളാഹു പ്രത്യേകം എന്തെങ്കിലും മസല വെച്ചിട്ടുണ്ടോ? മദ്രസയെ പഠിച്ചിട്ടുണ്ട്, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? ഇവിടെ പറയണ മക്കളെ എന്ത് ചെയ്യണോടാ? പ്രായമുള്ളതൊക്കെ വായി നോക്കിയിരിക്കുക. എന്ത് ചെയ്യണം? അടിക്കണം. 7 വയസ്സുള്ളവനെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം, എന്നിട്ട് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവപ്പിക്കുക. ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള ആഗ്രഹങ്ങൾ. ആരെങ്കിലും പൊക്കറോ? ഒരാളെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ, ഉമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക. ആണുങ്ങൾ ആരുമില്ല. 3-4 പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഈ കൈപൊക്കാത്ത നിങ്ങളുടെ എല്ലാവരുടെയും ആമക്കളും പെമ്മക്കളും 5 വഖത്ത് ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ. ഞാൻ മലക്കല്ലടോ, നിങ്ങളെ പോലൊരു മനുഷ്യനായി പോയി. ഇല്ലെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ, എടാ ഇന്ന് ആകെ ഉള്ളത് ഒരു പെൺകുട്ടിയാ. ടെൻഷനാ, എങ്ങനെ കിട്ടിക്കും ഉസ്താദേ? ആകെ ഉള്ളത് ഒരു പെൺകുട്ടി, രാവും പകലും കിടന്നിട്ട് കഷ്ടപ്പെടാ ഒരെണ്ണത്തിനെ കെട്ടിക്കാൻ. എന്നാ നിന്റെ വാപ്പ 5 എണ്ണത്തിനെ കെട്ടിച്ചത് എങ്ങനാ? ഈ നിരന്നിരിക്കണ വാപ്പാമാരോട് ചോദിക്കാ, നിനക്ക് 5 പെങ്ങന്മാരുണ്ടായിരുന്നു, നിന്റെ വാപ്പായ്ക്ക് ബാങ്ക് ജോലിയാ, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായിരുന്നു, വാപ്പ സൗദി അറേബ്യയിലെ ഭരണാധികാരിയുടെ പി ആയിരുന്നില്ലല്ലോ. നിന്റെ വാപ്പ 5, 6, 8 എണ്ണത്തിനെ കെട്ടിച്ചത് എങ്ങനെ? നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടത് എങ്ങനെ? നിങ്ങളുടെ വാപ്പമാര് നല്ല തന്നിട്ടല്ലേ കെട്ടിച്ചു വിട്ടെ? സ്വർണവും പൈസയും തന്നിട്ട് കെട്ടിച്ചു വിട്ടല്ലോ. പിരിവിന് നടന്നിട്ട ഏതെങ്കിലും കമ്മിറ്റി ഓഫീസിൽ പരാതി കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരുന്നിട്ട് കെട്ടിച്ച് അല്ലല്ലോ. എങ്ങനെ പണ്ടുള്ളവരൊക്കെ മക്കളെ കെട്ടിച്ചു വിട്ടു? പണ്ടുള്ളവർ മക്കളെ കെട്ടിച്ചു വിട്ടു. അന്ന് മന്തിയില്ല, മട്ടനില്ല, ഒന്നുമില്ല. തിന്ന വയറ് നിറയുമായിരുന്നു. ഇന്ന് തിന്ന വയറ് നിറയണില്ല. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിൽ പണ്ടൊരു കാര്യമുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പണ്ട് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമില്ല. എന്തേ കാര്യം? തന്റെ മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലി നമസ്കരിപ്പിക്കാൻ, തന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ ഏത് വീടിന്റെ അകത്താണോ ഒരു വാപ്പ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്നത്, അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് മക്കള് തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കാൻ, അവനെ നന്നാക്കാൻ നമ്മുടെ വാപ്പ വീടിന്റെ അകത്ത് ഒരു വടിവെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ടത്തെ വീടുകളിൽ ബർക്കത്തുണ്ടായത്. പണ്ടത്തെ വീടുകളിൽ ബർക്കത്തുണ്ടാകാനുള്ള കാരണം, തന്റെ മക്കള് തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ, നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കാൻ നിന്റെ വാപ്പ ഒരു വടിവെട്ടി വീട്ടിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 5 പെമ്മക്കളെ പിരിവെടുക്കാതെ നിന്റെ വാപ്പ കെട്ടിച്ചത്. ആ വാപ്പാടെ മോനായ നീ ഇന്ന് ഒരെണ്ണവേ ഉള്ളൂ, രാവും പകലും കിടന്ന് ഓടുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.